നമസ്കാരം, ഇത് IBN മലയാളം. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തൊക്കെ പഠിപ്പിക്കണം, ഏതൊക്കെ രീതിയിൽ മാറേണ്ടതുണ്ടെന്ന് ചിന്തിപ്പിക്കുന്ന പോസ്റ്റുമായി രാജീവ് മേനോൻ. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: നമ്മളിൽ എത്ര പേർ അപരിചിതരെ കാണുമ്പോൾ പുഞ്ചിരിക്കാറുണ്ട്? ബസ് കാത്തൊരു സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട്, പ്രത്യേകിച്ചും അതൊരു സ്ത്രീയാണെങ്കിൽ പുരുഷനോടോ പുരുഷനാണെങ്കിൽ സ്ത്രീയോടോ രണ്ട് വാക്ക് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടോ? സ്വയം ചിന്തിക്കുക. ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൽ അമ്മയും കൊണ്ട് ചെക്കപ്പിന് കൊണ്ടുപോകാറുണ്ട്. ഡോക്ടറുടെ ക്യാബിനിൽ കയറുമ്പോൾ ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അഭിവാദ്യം ചെയ്യും. ഇറങ്ങിപ്പോരുമ്പോൾ താങ്ക് യു എന്നും പറയും. 20 വർഷത്തെ പ്രവാസ ജീവിതം കൊണ്ടുണ്ടായ ഒരു ശീലം, അത്ര കരുതിയാൽ മതി. 4-5 പ്രാവശ്യം കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു ദിവസം എന്നോട് ചോദിച്ചു, നിങ്ങൾ വിദേശത്താണ് ജോലി ചെയ്യുന്നതല്ലേ? എങ്ങനെ മനസ്സിലായെന്ന് ചെറുപുഞ്ചിരിയോടെ ഞാൻ ചോദിച്ചു. ഇവിടെ വരുന്ന ആരും തന്നെ എന്നെ അഭിവാദ്യം ചെയ്യാറില്ല, പുഞ്ചിരിക്കാറില്ല. പലപ്പോഴും അവരുടെ മുഖഭാവം കാണുമ്പോൾ ഞാനാണോ അവർക്ക് രോഗം വരുത്തിയതെന്ന് പോലും തോന്നിപ്പോകാറുണ്ട്. സംശയമുണ്ടെങ്കിൽ പുറത്തിരിക്കുന്ന ആളുകളെ നോക്കുക. ലോകത്തോട് മുഴുവനുമുള്ള വൈരാഗ്യം അവരുടെ മുഖത്ത് കാണാം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അത് കേട്ട് ഉറക്കെ ചിരിച്ചു. അദ്ദേഹവും ചിരിച്ചു. ഞങ്ങൾ നല്ല അടുപ്പത്തിലായി. ഒരിക്കൽ സംസാരത്തിനിടയിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ഗുണം കണ്ടിട്ടാണ് ഈ പെരുമ്പാവൂരിൽ വന്ന് ജീവിക്കുന്നത്? ഇവിടെ എന്തെങ്കിലുമുണ്ടോ? ഒരു പാർക്കില്ല, ബീച്ചില്ല, നല്ലൊരു ഷോപ്പിംഗ് മാളില്ല, വൃത്തിയുള്ള ഒരു തിയേറ്റർ പോലുമില്ല. എന്നിട്ടും നിങ്ങൾ എന്തിനിവിടെ ജീവിക്കുന്നു? ഡോക്ടർ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ഓ, ഒന്നും പറയണ്ട, എത്രയോ നല്ല രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്യാൻ അവസരമുണ്ടായിട്ടും അപ്പനെയും അമ്മയും നോക്കാനായി ഒരു വാഹയ്ക്ക് കൊള്ളാത്ത ഈ സ്ഥലത്ത് ഞാൻ പെട്ടുപോയെന്ന് പറഞ്ഞ അദ്ദേഹവും ചിരിച്ചു. ഡോക്ടർ ഇതുവരെ കണ്ട രാജ്യങ്ങളിൽ ജീവിക്കാൻ ഏറ്റവും നല്ല രാജ്യം ഏതാണെന്ന് ഡോക്ടർക്ക് തോന്നിയതെന്ന് ഞാൻ ചോദിച്ചു. അധികം ആലോചിക്കാതെ അദ്ദേഹം പറഞ്ഞു, അസർബൈജാൻ. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അസർബൈജാനിലെ ഏത് അപരിചിതനും പരസ്പരം കണ്ടാൽ പുഞ്ചിരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, റോഡുകൾ, ഫുട്പാത്തുകൾ എല്ലാം വിശാലമാണത്രേ, അവിടുത്തെ ജനങ്ങളുടെ മനസ്സുപോലെ. ഒരിക്കൽ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് ഷെയറിംഗ് ടാക്സിയിൽ ഞാൻ യാത്ര ചെയ്തിരുന്നു. വാഹനത്തിൽ 4 പേരുണ്ട്. 2 ഫിലിപ്പീൻസുകാർ, ഞാനടക്കം 2 മലയാളികൾ, ഡ്രൈവർ പാകിസ്ഥാനി. ഒരു ഫിലിപ്പീൻസുകാരൻ മുൻ സീറ്റിലും മറ്റൊരാൾ പുറകിലെ സീറ്റിലുമായിരുന്നു ഇരുന്നത്. യാത്ര തുടങ്ങിയപ്പോൾ മുതൽ അവർ പരസ്പരം തുടങ്ങിയ സംസാരം. മർദ്ദക്കാറ്റ് സ്റ്റോപ്പിൽ ഒരു ഫിലിപ്പീനി ഇറങ്ങിപ്പോയെന്നത് വരെ അത് തുടർന്നു. ഷാർജ സിറ്റി സെൻറ്റർ എത്തിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മലയാളി ഇറങ്ങി. വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ പാകിസ്ഥാനി ഡ്രൈവർ എന്നോട് ചോദിച്ചു, ആ ഇറങ്ങിപ്പോയ ആളും നിങ്ങളും മലബാറികളാണല്ലേ? ഞാൻ വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു. വണ്ടിയിൽ കയറിയത് മുതൽ അയാൾ ഇറങ്ങിപ്പോകുന്നത് വരെ നിങ്ങൾ 2 പേരും തമ്മിൽ ഒരക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല, പരസ്പരം ഒന്ന് നോക്കിയതുപോലുമില്ല. മലബാറികൾ മാത്രമാണ് ഇങ്ങനെ പെരുമാറാറുള്ളത്. ഇവരെ നോക്കൂ, 2 സ്ഥലത്ത് നിന്ന് കയറിയവർ. എങ്കിൽ ഒരാൾ ഇറങ്ങിപ്പോകുന്നത് വരെ അവർ നിർത്താതെ സംസാരിക്കുകയായിരുന്നു. പാകിസ്ഥാനി അത് പറഞ്ഞപ്പോൾ മലബാറിയുടെ സ്വഭാവ വൈകല്യം ഒരാൾ ചൂണ്ടിക്കാണിച്ചതിൽ എനിക്കല്പം ലജ്ജ തോന്നി. US ജോലി കിട്ടിപ്പോയ ഒരു സുഹൃത്ത് അവിടെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എതിരെ വന്ന അയൽക്കാരനെ അഭിവാദ്യം ചെയ്യുകയോ ചിരിക്കാതിരിക്കുകയോ ചെയ്ത കാരണത്താൽ വൈകിട്ട് CID വന്ന് ആ സുഹൃത്തിൻ്റെ ഐഡികൾ ചെക്ക് ചെയ്യുകയും അടുത്ത് താമസിക്കുന്ന ആളുകളെ അഭിവാദ്യം ചെയ്യേണ്ട ഒരു ആവശ്യകതയെപ്പറ്റി ബോധവൽക്കരണം നടത്തുകയും ചെയ്ത കഥ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞതും ഇവിടെ ഓർക്കുന്നു. നമുക്ക് നല്ല ശീലങ്ങളില്ല എന്ന് തീർത്തും പറയാൻ കഴിയില്ല. എന്നാൽ അത്യാവശ്യമായി ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട നല്ല ശീലങ്ങൾ നാം പഠിച്ചിട്ടില്ല. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് വരെ പരിചയമില്ലാത്ത ഒരു വനിതയോട് ഒരു പുരുഷനോ ഒരു വനിത പുരുഷനോടോ സംസാരിച്ചാൽ അതൊരു അപരാധമായി കാണുന്ന തരത്തിലുള്ള ഗോത്രവർഗ സംസ്കാരം മാത്രമുള്ള ഒരു അസംസ്കൃതർ മാത്രമാണ് മലയാളി. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ലാതെ തുടരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഒരു ചിലവുമില്ലാത്ത ഒരു പുഞ്ചിരി പോലും ഞാൻ ആർക്കും വെറുതെ നൽകുകയില്ല എന്ന പ്രബുദ്ധതയോടെ നാം ജീവിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ചവർ നമ്മളാണെന്ന മൂഢവിശ്വാസത്തോടെ. ന്യൂസ് ഡെസ്ക് IBN മലയാളം.